ഇന്ന് ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ്. ഇതിൽ നമ്മൾ ബ്രെഡോ മൈദയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എന്നാലും നല്ല കിടുക്കനായിട്ടുള്ളതാണ് കേട്ടോ. നോമ്പിനൊക്കെ നമ്മൾ ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി, ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പം ഞാനിവിടെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാളയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പോൾ പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഞാനൊരു പച്ചമുളകിൻ്റെ ഇതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അത്രയും നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ച് ഉടച്ചിട്ട് എടുക്കണം. കടിക്കാൻ കിട്ടാൻ പാടില്ല, നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ തക്കാളിയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ. അതും ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഒന്ന് നുറുക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താണ് കേട്ടോ. അതാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു പുളി ടേസ്റ്റും മധുര ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് നോക്കിയെടുക്കുക. ഞാനിവിടെ 4 എടുത്തിട്ടില്ലെങ്കിലും 3 എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് കത്തി വെച്ച് ചുമ്മാ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ട്, മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട, തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്തോളൂ. തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു 2 മിനിറ്റ് അത്രയും മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പാനിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ 2-3 ബാച്ച് വേണ്ടി വരുള്ളൂ ഫ്രൈ ചെയ്യാൻ, ഒത്തിരി സമയം എടുക്കില്ല. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതേ ഇതിവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. എടുക്കുമ്പോൾ കുറച്ച് ഓയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം പിന്നെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ പോയിക്കോളും. അപ്പോൾ നമ്മൾ ആ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്കും ഓയിൽ മൊത്തം ടിഷ്യൂ പേപ്പറിൽ പോവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ ബ്രെഡ് പോളൊന്നും കഴിക്കുന്ന പോലെയേ അല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 3 മുട്ടയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 2 മുട്ട കൊണ്ട് തന്നെ മതിയാവും, 3 വേണമെന്നില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോള ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ പോള ഉണ്ടാക്കണ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആക്കിയിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ സൈഡിൽ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക. എന്നാൽ മസാല ഉള്ളിൽ നന്നായിട്ട് ലെവലായിട്ട് ഇരുന്നോളൂ. ആദ്യം സൈഡ് കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് എനിക്ക് 3 ഉരുളക്കിഴങ്ങേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഭയങ്കര തിന്നായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ 1-2 വെച്ച് കൊടുത്താൽ മതി, അല്ലാതെ 2-3 ലെയർ വെക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാവരെയും നിന്ന് ചുറ്റിച്ചെടുക്കാം. കാരണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്റ്റിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ മുട്ട വേണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് സ്പൈസി മസാലയാണ് കേട്ടോ ഇതിന് നല്ലത്. കാരണം ഉരുളക്കിഴങ്ങിന് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് മുട്ടയിലെങ്കിൽ, ഉരുളക്കിഴങ്ങിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആകുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മസാല വെച്ചതിന് ശേഷം ഇങ്ങനെ സൈഡിലേക്കായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. എവിടെയും ഈ സൈഡിൽ എവിടെയും പുറത്ത് കാണാൻ പാടില്ല കേട്ടോ മസാല, അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ സൈഡിലേക്കും മേളിലേക്കും ഒക്കെ ആയിട്ട് മൊത്തമായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് മാക്സിമം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക, അതാണ് കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സൈഡിലേക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ആയി വരുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക, എല്ലായിടെയും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു 25-30 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഫ്ലെയിമിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരാം. എന്നാലും നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അടിയിൽ ഒരു പഴയ തവ എന്തെങ്കിലും വെക്കണം, അതിൻ്റെ മേലെ വേണം പാൻ വെക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വെക്കുക. എനിക്ക് ഏകദേശം 25-30 മിനിറ്റിൻ്റെ ഇടയിലാണ് എടുത്തത്. അപ്പോൾ ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ തുറന്ന് നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. സൈഡ് നന്നായിട്ട് വിട്ട് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അതെടുത്തിട്ട് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ലെയറായി വെച്ചതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പാവാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നോമ്പിന് ഇനി സമയമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല കിടിലനായിട്ടുള്ളൊരു സ്നാക്ക് ആണല്ലോ. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.